ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠമായ ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്ന കാരലിൻ ഷെർവിൻ ബെയ്ലി എഴുതിയ കഥയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പം നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സൊക്കെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ലിറ്റിൽ ബോയ് ഓൾവേസ് കംപ്ലെയിൻ എബൌട്ട്? ഈ കഥയിലെ കുട്ടി എപ്പോഴും പരാതി പറയുന്ന കാര്യം എന്തിനെക്കുറിച്ചാണ്? ദ ലിറ്റിൽ ബോയ് ഓൾവേസ് കംപ്ലെയിൻഡ് എബൌട്ട് ബീയിങ് ബോർഡ്. അവന് ബോറടിച്ചു എന്നുള്ളതാണ് അവൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം. ഹി റിപ്പീറ്റഡ് ഐ എം ബോർഡ് ബോർഡ് ബോർഡ്. അവനിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് ബോറടിക്കുന്നു. ആൻഡ് ഈവൻ എംഫസൈസ്ഡ്, അതുപോലെ അവൻ ഊന്നിപ്പറഞ്ഞ ഒരു കാര്യം, ഐ ആം ബോർഡ്. അപ്പോൾ അവൻ എപ്പോഴും ബോറടിക്കുന്നു എന്ന കാര്യമാണ് ഇവിടെ പരാതി പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ആക്ടിവിറ്റീസ് ഡിഡ് ദ മദർ സജസ്റ്റ് ടു എൻഗേജ് ദ ലിറ്റിൽ ബോയ്? അപ്പോൾ ഈ കുട്ടിയെ ബോറടി മാറാൻ വേണ്ടിയിട്ട് അമ്മ നിർദ്ദേശിക്കുന്ന ചില പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അപ്പം 3 കാര്യങ്ങളാണ് ഇവിടെ അമ്മ സജസ്റ്റ് ചെയ്യുന്നത്. ദ മദർ സജസ്റ്റഡ് ദാറ്റ് ദ ലിറ്റിൽ ബോയ് കുഡ്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അമ്മ നിർദ്ദേശിക്കുകയാണ്. 1, ഡ്രോ എ പിക്ചർ വിത്ത് ഹിസ് ന്യൂ ക്രയോൺസ്. പുതിയ ക്രയോൺസ് കൊണ്ട് ചിത്രം വരയ്ക്കുക. റീഡ് വൺ ഓഫ് ഹിസ് ന്യൂ ലൈബ്രറി ബുക്സ്, അല്ലെങ്കിൽ ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കുക. പ്ലേ വിത്ത് ഹിസ് ടോയ്സ്, അല്ലെങ്കിൽ അവൻ്റെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുക. ഈ 3 നിർദ്ദേശങ്ങളാണ് ബോറടിച്ചപ്പോൾ മകന് അമ്മ പറഞ്ഞു കൊടുത്തത്. വാട്ട് ഡിഡ് ദ ബോയ്സ് ഗ്രാൻഡ് മദർ ആസ്ക് ഹിസ് മദർ ടു ഡു ടു അവോയ്ഡ് ബോർഡം വെൻ ഷി വാസ് എ ചൈൽഡ്? അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ഒരു കുട്ടിയായിരുന്ന സമയത്ത് അവരുടെ അമ്മ, അതായത് ഇപ്പോഴുള്ള കുട്ടിയുടെ ഗ്രാൻഡ് മദർ, എന്ത് ഉപദേശമാണ് അവർക്ക് കൊടുത്തത്? ദ ബോയ്സ് ഗ്രാൻഡ് മദർ ആസ്ക്ഡ് ഹിസ് മദർ ടു സെർച്ച് ഫോർ ദ സ്ട്രേഞ്ചസ്റ്റ് ലിറ്റിൽ ഹൗസ്. അപ്പോൾ ഈ വിചിത്രമായ ഈ വീട് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയ ടാസ്ക്കാണ് ഇവർക്ക് കൊടുത്തത്. ഇനി 4ാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ മദർ ആസ്ക് ദ ലിറ്റിൽ ബോയ് ടു സെർച്ച് ഫോർ? അപ്പോൾ എന്ത് തിരഞ്ഞ് കണ്ടുപിടിക്കാനാണ് ഇവിടെ ഈ കുട്ടിയുടെ അമ്മ അവനോട് പറഞ്ഞത്? ദ മദർ ആസ്ക് ദ ലിറ്റിൽ ബോയ് ടു സെർച്ച് ഫോർ എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു പ്രത്യേക രീതിയിലുള്ള വീട് കണ്ടുപിടിക്കാനാണ്. അതിൻ്റെ ഷേപ്പ് റൗണ്ടാണ്, അതുപോലെ അതിന് പ്രത്യേകിച്ച് ജനലകളിൽ ഇല്ല, വാതിലുകളില്ല, അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു ചിമ്മിനിയുണ്ട്, അതുപോലെ അതിൻ്റെ നടുക്കായിട്ടൊരു സ്റ്റാറുമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. ഹൗ വാസ് ദ ബോയ് ഡ്രസ്ഡ്? ഇനി ഈ ഒരു വർക്കിന് പോകുന്ന സമയത്ത് എങ്ങനെയുള്ള വസ്ത്രം ധരിച്ചു പോകണമെന്നാണ് അമ്മ പറഞ്ഞത്. ദ ബോയ് വാസ് ഡ്രസ്ഡ് ഇൻ ഹിസ് റെയിൻകോട്ട്. അവൻ റെയിൻകോട്ട് ധരിച്ചിട്ടുണ്ട്. ഹാറ്റ്, സ്കാർഫ്, മിറ്റൻസ് ആൻഡ് ബൂട്ട്സ്, അതായത് തൊപ്പി വെച്ചിട്ടുണ്ട്, സ്കാർഫ് ധരിച്ചിട്ടുണ്ട്, അതുപോലെ കയ്യുറകൾ ധരിച്ചിട്ടുണ്ട്, അതുപോലെ ബൂട്ടും ധരിച്ചിട്ടുണ്ട്. വാട്ട് വെർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഫസ്റ്റ് റെഡ് ഹൗസ് ദാറ്റ് ദ ബോയ് ഫൗണ്ട്? അങ്ങനെ അവൻ നടന്നു പോവുകയാണ്. ഈ വീട് അന്വേഷിച്ച് നടന്നു പോകുന്ന സമയത്ത് അവൻ കണ്ട ആദ്യത്തെ റെഡ് നിറത്തിലുള്ള ഹൗസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് റെഡ് ഹൗസ് ദ ബോയ് ഫൗണ്ട് വാസ് സ്ക്വയർ നോട്ട് റൗണ്ട്. അപ്പോൾ ആദ്യത്തെ ഈ ചുവന്ന വീടെന്ന് പറയുന്നത് കളറ് ശരിയാണ്, ചുവന്ന നിറം തന്നെയാണ്, പക്ഷേ അത് റൗണ്ട് ഷേപ്പിലല്ല, അതൊരു സ്ക്വയർ ഷേപ്പിലായിരുന്നു. ഇറ്റ് ഹാഡ് എ ചിമ്നി, മെനി വിൻഡോസ് ആൻഡ് എ ഡോർ. അതുപോലെ അതിനൊരു ചിമ്നി ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ധാരാളം ജനലകളും വാതിലുകളും ഉണ്ടായിരുന്നു. വൈ ഡിഡ് ദ മെയിൽ കാരിയർ ആസ്ക് ദ ബോയ് ആർ യു ലോസ്റ്റ്? എന്തുകൊണ്ടാണ് ഇവിടെ പോസ്റ്റ്മാൻ ഈ കുട്ടിയോട് നീ വഴിതെറ്റിപ്പോയോ, അല്ലെ വഴിതെറ്റി നിൽക്കുകയാണോ, അല്ലെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുകയാണോ എന്ന് ചോദിച്ചതിൻ്റെ കാരണം എന്താണ്? ദ മെയിൽ കാരിയർ ആസ്ക് ദ ബോയ് ഇഫ് ഹി വാസ് ലോസ്റ്റ് ബിക്കോസ് ഹി സോ ഹിം സ്റ്റാൻഡിങ് ഓൺ ദ സൈഡ് വാക്ക് ലുക്കിംഗ് പസിൽഡ്. കാരണം അവൻ റോഡിൻ്റെ സൈഡിൽ ആകെ പസിൽഡായിട്ട്, കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഈ ഒരു ചോദ്യം പോസ്റ്റ്മാൻ ചോദിക്കുന്നത്. കുഡ് ദ മെയിൽ കാരിയർ ഹെൽപ്പ് ദ ബോയ്? വൈ? ഈ പോസ്റ്റ്മാന് ഈ കുട്ടിയെ സഹായിക്കാൻ കഴിഞ്ഞോ? എന്താണ് അതിൻ്റെ കാരണം? നോ. അപ്പോൾ കഴിഞ്ഞില്ല എന്നാണ് അതിൻ്റെ ഉത്തരം. ദ മെയിൽ കാരിയർ കുഡ് നോട്ട് ഹെൽപ്പ് ദ ബോയ്
ബിക്കോസ് ഹി ഹാഡ് നെവർ സീൻ എ ഹൗസ് ലൈക്ക് ദ വൺ ദ ബോയ് ഡിസ്ക്രൈബ്. കാരണം ഈ കുട്ടി പറയുന്നത് പോലെയുള്ള ഒരു വീട് പോസ്റ്റ്മാൻ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ല. വാട്ട് ഡിഡ് ദ പോലീസ് ഓഫീസർ ടെൽ ദ ബോയ് അബൌട്ട് ദ ഹൗസ്? അങ്ങനെ ഈ വീടിനെ കുറിച്ച് പോലീസ് ഓഫീസർ എന്താണ് പറഞ്ഞത്? ദ പോലീസ് ഓഫീസർ ടോൾഡ് ദ ബോയ് ദാറ്റ് ഷീ ന്യൂ ദ നെയ്ബർഹുഡ് വെൽ. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ പോലീസുകാരത്തി പറഞ്ഞത് ഇവിടെയുള്ള വീടുകളെ കുറിച്ചൊക്കെ തനിക്ക് കൃത്യമായിട്ട് അറിയാം. ബട്ട് ഹാഡ് നെവർ സീൻ എ ഹൗസ് ലൈക്ക് ദ വൺ ഹി ഡിസ്ക്രൈബ്. പക്ഷേ ഈ കുട്ടി പറഞ്ഞതുപോലെയുള്ള ഒരു വീട് ഇതുവരെ അവർ കണ്ടിട്ടില്ല. അവരൊരു പോലീസ് ഓഫീസറാണ്, അതുകൊണ്ട് ഈ സ്ഥലത്ത് പലതവണ പെട്രോളിംഗ് നടത്താറുണ്ട്. അപ്പോൾ എല്ലാ വീടുകളും അറിയാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷെ ഇങ്ങനൊരു വീട് അവരൊരിക്കലും കണ്ടിട്ടില്ല. 10ാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ ലിറ്റിൽ ബോയ് ഫീൽ ഡിസ്കറേജ്ഡ്? എന്തുകൊണ്ടാണ് ഈ കുട്ടി ആകെ നിരാശനായത്? ദ ലിറ്റിൽ ബോയ് ഫെൽ ഡിസ്കറേജ്ഡ് ബിക്കോസ് ഹി കുഡ് നോട്ട് ഫൈൻഡ് ദ ഹൗസ് ഹി വാസ് ലുക്കിംഗ് ഫോർ. അവൻ നിരാശനാവാനുള്ള കാരണം അവൻ അന്വേഷിച്ച് നടന്ന ആ ഒരു വീട് അവന് കണ്ടെത്താനായില്ല. ഈവൻ ആഫ്റ്റർ സെർച്ചിങ് ആൻഡ് ആസ്കിങ് അതേഴ്സ് ഫോർ ഹെൽപ്പ്. മറ്റുള്ളവരോടൊക്കെ ചോദിച്ചിട്ടും ആർക്കും തന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ഹു ഈസ് മിസ്റ്റർ ഫെറ്റ്സർ? ആരാണ് മിസ്റ്റർ ഫെറ്റ്സർ? മിസ്റ്റർ ഫെറ്റ്സർ ഈസ് ആൻ എൽഡർലി മാൻ ഹു ഹാഡ് ലിവ്ഡ് ഇൻ ദ നെയ്ബർഹുഡ് ലോങ്ങർ ദാൻ എനിവൺ എൽസ്. അപ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയാണ് മിസ്റ്റർ ഫെറ്റ്സർ. അതുപോലെ തന്നെ അദ്ദേഹം ഒരു കർഷകനാണ്. ആൻഡ് റാൻ എ സ്മോൾ ഫാം സ്റ്റാൻഡ് സെല്ലിംഗ് ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രം ഹിസ് ഗാർഡൻസ് ആൻഡ് ഓർച്ചഡ്സ്. അപ്പോൾ തൻ്റെ തോട്ടത്തിലെ പഴങ്ങളും അതുപോലെ പച്ചക്കറികളും ഒക്കെ വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കർഷകനാണ് മിസ്റ്റർ ഫെറ്റ്സർ എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ ലിറ്റിൽ ബോയ് ഗോ ടു മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ബാൺ? അപ്പോൾ മിസ്റ്റർ ഫെറ്റ്സറിൻ്റെ കളപ്പുരയിലേക്ക് ഈ കുട്ടി പോകാനുള്ള കാരണം എന്താണ്? ദ ലിറ്റിൽ ബോയ് വെന്റ് ടു മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ബാൺ ബിക്കോസ് ഹി ബിലീവ്ഡ് മിസ്റ്റർ ഫെറ്റ്സർ, having lived in the neighborhood for a long time, might know where the special house was located. അപ്പോൾ കുട്ടി വിചാരിക്കുന്നത് മിസ്റ്റർ ഫെറ്റ്സർ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരെക്കാളും പ്രായമുള്ള ഒരു വ്യക്തിയാണ്, ഈ പ്രദേശത്ത് ഏറ്റവും ആദ്യം താമസിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വീടിനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാമോ എന്ന് അന്വേഷിക്കാനാണ് ഈ കുട്ടി ഫെറ്റ്സറിൻ്റെ കളപ്പുരയിലേക്ക് എത്തിയത്. വാട്ട് ഹെൽപ്പ് ഡിഡ് ദ ലിറ്റിൽ ബോയ് ആസ്ക് ഫ്രം മിസ്റ്റർ ഫെറ്റ്സർ? മിസ്റ്റർ ഫെറ്റ്സറിൽ നിന്ന് എന്ത് സഹായമാണ് കുട്ടി ചോദിച്ചത്? ദ ലിറ്റിൽ ബോയ് ആസ്ക്ഡ് മിസ്റ്റർ ഫെറ്റ്സർ ഇഫ് ഹി ന്യൂ വേർ ടു ഫൈൻഡ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് ആൻഡ് നോ ഡോർസ്, എ ചിമ്നി ഓൺ ടോപ്പ് ആൻഡ് എ സ്റ്റാർ ഇൻ ദ മിഡിൽ. ഫെറ്റ്സറിനോട് ചോദിച്ച കാര്യം, ഈ വീട് എവിടെയാണെന്ന് അറിയാമോ? ചുവന്ന നിറത്തിൽ റൗണ്ടായിട്ടുള്ള ജനലുകളും വാതിലുകളും ഒന്നും ഇല്ലാത്ത ഒരു ചിമ്മിനി മുകളിലുള്ള നടുക്കൊരു സ്റ്റാറുള്ള ഈ ഒരു വീടിനെ കുറിച്ചാണ് മിസ്റ്റർ ഫെറ്റ്സറിനോട് ചോദിച്ചത്. വാട്ട് അഡ്വൈസ് ഡിഡ് മിസ്റ്റർ ഫെറ്റ്സർ ഗീവ് ടു ദ ലിറ്റിൽ ബോയ്? 14ാമത്തെ ചോദ്യം, എന്ത് ഉപദേശമാണ് മിസ്റ്റർ ഫെറ്റ്സർ ഈ കുട്ടിക്ക് കൊടുത്തത്? മിസ്റ്റർ ഫെറ്റ്സർ അഡ്വൈസ് ദ ലിറ്റിൽ ബോയ് ടു റൺ അപ്പ് ടു ദ ആപ്പിൾ ഓർച്ചഡ് ഓൺ ദ ലിറ്റിൽ ഹിൽ ആൻഡ് ലുക്ക് അറൗണ്ട് ആസ് ഹി മൈറ്റ് ഫൈൻഡ് വാട്ട് ഹി വാസ് ലുക്കിംഗ് ഫോർ ദർ. അപ്പോൾ ഈ മിസ്റ്റർ ഫെറ്റ്സർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ആപ്പിൾ തോട്ടത്തിലേക്ക് ചെല്ലുക, അപ്പോൾ അവിടെ നിന്ന് ചുറ്റുപാടും നിരീക്ഷിക്കുക, അപ്പോൾ നീ ആവശ്യപ്പെട്ട ഈ വീട് നിനക്ക് കാണാൻ കഴിയുമെന്നാണ് മിസ്റ്റർ ഫെറ്റ്സർ പറഞ്ഞത്. വേർ ഡിഡ് ദ ലിറ്റിൽ ബോയ് ഫൈൻഡ് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് എ സ്റ്റാർ ഇൻ ഇറ്റ്? അപ്പോൾ എവിടെ നിന്നാണ് ഈ കുട്ടിക്ക് ഈ വീട് കണ്ടെത്താനായത്? ദ ലിറ്റിൽ ബോയ് ഫൗണ്ട് ദ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ഇൻ മിസ്റ്റർ ഫെറ്റ്സേഴ്സ് ആപ്പിൾ ഓർച്ചഡ് വെൻ എ റെഡ് ആപ്പിൾ ഫെൽ ഫ്രം ദ ട്രീ ആൻഡ് ലാൻഡഡ് അറ്റ് ഹിസ് ഫീറ്റ്. അപ്പോൾ ഈ വീട് അവന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്, ഇവൻ ഈ തോട്ടത്തിൽ പോവുകയും അവിടെ വെച്ച് കാറ്റടിച്ചപ്പോൾ ഒരു ആപ്പിൾ താഴെ ഇവൻ്റെ കാലിൻ്റെ അടുത്തായിട്ട് വീഴുകയും ചെയ്തപ്പോഴാണ് താൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വീട് ഈ ആപ്പിളാണ് എന്നുള്ള കാര്യം അവന് മനസ്സിലാവുന്നത്. 16ാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ ബോയ്സ് മദർ കട്ട് ദ ആപ്പിൾ ഇൻ ഹാഫ് റൈറ്റ് ത്രൂ ഇറ്റ്സ് മിഡിൽ? എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ അമ്മ ഈ ആപ്പിൾ നടുവെ വെച്ച് മുറിച്ചത്? ദ ബോയ്സ് മദർ കട്ട് ദ ആപ്പിൾ ഇൻ ഹാഫ് റൈറ്റ് ത്രൂ ഇറ്റ്സ് മിഡിൽ ടു റിവീൽ ദ സ്റ്റാർ ഇൻ ദ സെൻറ്റർ ഓഫ് ദി ആപ്പിൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ആ ഒരു സ്റ്റാർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടായിട്ട് മുറിച്ചത്. വാട്ട് ഡിഡ് ദ ലിറ്റിൽ ബോയ് സീ ഇൻസൈഡ് ദ ആപ്പിൾ? ഈ ആപ്പിളിൻ്റെ ഉള്ളിൽ ഈ കുട്ടി എന്താണ് കണ്ടത്? ദ ലിറ്റിൽ ബോയ് സോ എ സ്റ്റാർ, ഒരു സ്റ്റാർ കണ്ടു. ഹോൾഡിംഗ് 5 ബ്രൗൺ സീഡ്സ് ഇൻസൈഡ് ദ ആപ്പിൾ, അതിനുള്ളിലായിട്ട് 5 സീഡ്സും ഈ കുട്ടി കണ്ടു എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു.